ശ്രീലങ്കയിലെ പ്രധാനപ്പെട്ട ഒരു പൈതൃക സ്ഥലമായ ധാംബുള്ളയിലെ ഗുഹാക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കേവ് ടെമ്പിൾ ധാംബുള്ള. ഇത് കുറേ പടികൾ കയറി വേണം നമ്മൾ ഈ മുകളിൽ എത്താൻ. ഇത് ഗുഹാക്ഷേത്രത്തിൽ കടക്കുവാനുള്ള അതിൻ്റെ കവാടമാണിത്. ഇവിടുന്ന് താഴേന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളിവിടെ വന്നിട്ട് ക്യൂ നിന്ന് കയറിപ്പാൻ. ഈ ഇറങ്ങി വരുന്നവരൊക്കെ അതിനകത്ത് കയറി കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നവരാണ്. വലിയൊരു ഗുഹാക്ഷേത്രമാണ് ഇത്. ഇതിനകത്ത് വലിയൊരു പാറയ്ക്ക് അടിയിൽ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പ്രാചീനമായതാണിത്. ഇതിനടുത്ത് തന്നെ അതുകൂടാതെ തന്നെ 80ഓളം ഗുഹകളുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഗുഹാക്ഷേത്രം. ഇത് കണ്ടോ, കാണുന്ന വലിയ പാറയുടെ അടിയിൽ അതിനുള്ളിലേക്കാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവനുമായി ഏകദേശം കുറേ ഏകദേശം 150-ലധികം 153 ബുദ്ധൻ്റെ പ്രതിമകളുണ്ട്. പല ചിത്രങ്ങളുണ്ട്, ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ. ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ഈ ഗുഹാക്ഷേത്രം. വളരെ ആൾക്കാരിവിടെ കാണാൻ വരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ഗുഹാക്ഷേത്രമാണിത്. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര നുറേലിയ എന്ന ഒരു ഹൈ റേഞ്ചിലേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഊട്ടി, കൊടൈക്കനാൽ അല്ലെ മൂന്നാറൊക്കെ പോലെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അനേകം ഹെയർപിൻ വളവുകളൊക്കെ തേടിയാണ് നമുക്ക് അവിടെ എത്താൻ വേണ്ടി. അവിടെ ചെന്നിട്ടാണ് നമുക്ക് കാൻഡിയിലൊക്കെ ഉള്ള ഒരു ട്രെയിൻ യാത്ര ഇവിടെ ഉണ്ടായിരുന്നു. കാൻഡി ഇവിടുന്ന് ട്രെയിൻ നമ്മൾ 3:30-ക്കായിരുന്നു ട്രെയിൻ പറഞ്ഞിരുന്നത്. പക്ഷേ 3:30-ക്കല്ല, 2:30-ക്ക് ട്രെയിൻ പറഞ്ഞു. നമ്മളിവിടെ ഭക്ഷണം പോലും കഴിക്കാതെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ ലേറ്റാണ്. 5:30-ക്ക് ആകുമ്പോഴേ ട്രെയിൻ ഉണ്ടാവുകയുള്ളൂ. അതും ഉറപ്പില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. 5:30-ക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ, ആ ട്രെയിനിലിരുന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ലഭിക്കുന്നത്. പ്രകൃതിയുടെയും മറ്റു സ്ഥലങ്ങളുടെയും കുറേ തുരങ്കങ്ങൾ കൂടിയൊക്കെയുള്ള യാത്രയാണ്. മനോഹരമായ ഒരു പൈതൃക ട്രെയിൻ പോലുള്ള അങ്ങനത്തെ ഒരു യാത്രയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. പക്ഷേ ട്രെയിൻ 5:30-ക്ക് ഉള്ളെങ്കിൽ 5:30 ആകുമ്പോഴത്തേനും ഇവിടെ നന്നായിട്ട് ഫോഗാണ്. ഇപ്പോൾ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ 5:30-ഒക്കെ കഴിഞ്ഞാൽ അവിടുന്ന് കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല പുറത്തെ. അതുകൊണ്ട് നമ്മൾ ട്രെയിൻ യാത്ര ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ഇവിടെ കുറേ ഒരു ടീ എസ്റ്റേറ്റും കുറേ വീടുകൾ, പിന്നെ ധാരാളം കടകൾ ഇവിടെയുണ്ട്. നമ്മളിതുവരെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാതെയാണ് വന്നത്. ഇപ്പോൾ ട്രെയിൻ യാത്ര നമ്മൾ ഒഴിവാക്കിയതുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നുറേലിയയിൽ പോയി അവിടുത്തെ ആ ലേക്കും മറ്റു കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭക്ഷണശേഷം നമുക്ക് അവിടേക്ക് പോകാം. നുറേലിയ ഗാർഡൻ ആൻഡ് ലേക്ക്, അതിനടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഗാർഡനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏകദേശം 600 ഇന്ത്യൻ രൂപ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ പ്രവേശിച്ചാൽ കുറേ ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. അതുമാത്രമല്ല അവിടെ ബോട്ടിങ്ങിനുണ്ട് സൗകര്യമുണ്ട് തടാകത്തിൽ. അകത്ത് ടിക്കറ്റ് എടുത്ത് കയറുന്നില്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് കാഴ്ചകൾ കാണാം, ആവശ്യമായ ഫോട്ടോകളൊക്കെ എടുക്കാം. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് മഴ പെയ്യും, അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാകുകയും ചെയ്യും. മനോഹരമായ പുഷ്പങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിൽ കാണുന്ന തരത്തിലുള്ള പുഷ്പങ്ങളൊക്കെ ധാരാളം ഉള്ള ഒരു സ്ഥലമാണിത്. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ മുതലായ സ്ഥലങ്ങളിലൊക്കെ ഇത് കാണാം. അതുപോലെയുള്ള പൂക്കൾ. മഴയായതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും തന്നെ കുട ഉപയോഗിച്ചാണ് നടക്കുന്നത്. മഴ നമ്മുടെ ഈ യാത്ര ഇടയ്ക്ക് അലോസരപ്പെടുത്തുന്നുണ്ട്. കുതിരകളെയൊക്കെ പുറത്തിങ്ങനെ കവർ ചെയ്ത് നിർത്തിയിരിക്കുക, മഴ നനയാതിരിക്കാൻ. കുതിര സവാരിക്ക് വേണ്ടിയുള്ള കുതിരകളാണിത്. അതിനെങ്ങനെ അതിൻ്റെ പുറകിൽ കൂടെ പോകുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. കുതിരയ്ക്ക് വേണമെങ്കിൽ പുറംകാലം കൊണ്ട് തൊഴിക്കാം. ഇത് നുറേലിയയ്ക്ക് അടുത്തുള്ള ഒരു സീതാർകുണ്ട് ക്ഷേത്രമാണിത്. വളരെ ഫേമസ് ഒരു ടെമ്പിളാണിത്. ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സീതയുടെ കാൽപാദം പതിഞ്ഞ ഒരു പാറയുണ്ട് ഇവിടെ. കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാറ. ഇതിൻ്റെ പുറകിലൊരു ചെറിയ തോടുണ്ട്. ആ തോടിൻ്റെ അവിടെയാണ് സീതയുടെ കാൽപാദം. നമ്മളാ കാണുന്ന ആ
വേലിക്കെട്ടിനകത്ത് കാണുന്ന ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സീതയുടെ കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത്. ഇവിടെ സീതയെയും ഹനുമാൻ്റെയും ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ വളരെ ഭക്തിയോടെ ഇവിടെ വന്ന് തൊഴുതു പോകുന്നുണ്ട്. ഇതാണ് നുരലിയിലെ ലേക്ക്. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഇതിൻ്റെ ലേക്കിൻ്റെ അക്കരക്കരയിലും വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെയാണുള്ളത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെ നല്ല ഗാനങ്ങളൊക്കെ കേൾക്കുന്നു. ഡാൻസ് പാർട്ടിക്കുള്ള പാട്ടുകളൊക്കെ കേൾക്കും. ആളുകൾ ഇങ്ങനെ കാഴ്ച കണ്ട് മഴ പെയ്തപ്പോൾ തന്നെ നന്നായിട്ട് അവിടെ ഫോഗ് ഒക്കെ ഏറിയിട്ടുണ്ട്. അവിടെ സ്പീഡ് ബോട്ടിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം ബോട്ടിൽ യാത്രയും ഒക്കെ ആൾക്കാർ ചെയ്യുന്നത് കാണാം. ഒത്തിരി ബോട്ട് അവിടെ ആൾക്കാരെ കാത്തും കിടപ്പുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലാരും അകത്ത് കയറിയോ ബോട്ടിങ്ങിന് പോവുകയോ ഒന്നും ചെയ്തില്ല. ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ചെറിയ നന്നായുള്ള തണുപ്പുണ്ട് ഇവിടെ. ആൾക്കാർ ധാരാളം വരുന്ന ഏരിയയാണ്. ഇന്നത്തെ ഞങ്ങളുടെ താമസ സ്ഥലത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം താമസിക്കാനുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കുറേ ഉള്ളിലേക്ക് കയറി കുറച്ച് മലയൊക്കെ കയറി വന്ന ഉള്ളിലുള്ള ഒരു റിസോർട്ടാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ചുറ്റും അതുപോലെയുള്ള റിസോർട്ടുകൾ ധാരാളമുണ്ട്. കുറച്ച് ഇടുങ്ങിയ റോഡിൽ കൂടെയൊക്കെയാണ് കയറി വന്നത്. പക്ഷേ കയറി വന്ന് അകത്ത് വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകൾ. ഇതിന് ചുറ്റും ദൂരേക്കുള്ള മലനിരകളുമൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. അതിനടുത്തുള്ള കെട്ടിടങ്ങളാണ്. ഇതിൽ പലതും റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹോട്ടൽസൊക്കെയാണ്. ധാരാളം ആളുകൾ കടന്നു വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ധാരാളം താമസ സൗകര്യങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ലിറ്റിൽ ആദംസ് പീക്കിനടുത്താണ്. അവിടെയുള്ള ഒരു ഹോട്ടലല്ല, ഒരു ആൾക്കാരെ വന്ന് ഇരിക്കാനുള്ളൊരു ബിയർ പാർലർ പോലെയുള്ള സ്ഥലം, പിന്നെ ഇവിടെ കുറച്ച് വിനോദ പരിപാടികൾക്കൊക്കെയുള്ള സ്ഥലം ആണിവിടം. ഇവിടുത്തെ നിർമ്മിതി മുഴുവൻ മുള കൊണ്ടാണ്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ മൊത്തം മുള ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലും വിദേശികളാണ് ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ ബിയർ മദ്യമൊക്കെ നുണഞ്ഞിരിക്കുന്നത്. ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് നമ്മുടെ വലിയൊരു ഊഞ്ഞാൽ ഉണ്ട്. അതിൽ കയറാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ. ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിത്തുന്നു ഇത് എത്രത്തോളം ഉയരെ പോകും. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഭയങ്കരമായ ഉയരെ പോകുന്നതും വളരെ വ്യത്യസ്തമുള്ളതും. പക്ഷേ ഇത് കണ്ടിട്ട് അത്ര ഇതായിട്ടൊന്നും ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല. അധികം ദൂരെ ഒന്നും പോകുന്നില്ല. ചെറുതായി മാത്രം പോകുന്നൊരു ഊഞ്ഞാലെന്ന് വേണേൽ പറയാം. അത്രേ ഉള്ളൂ. ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ലിറ്റിൽ ആദംസ് പീക്കിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കയറണം. ഈ മല മുഴുവൻ കയറണം. ഇടയ്ക്കൊരു സ്ഥലത്ത് കുറേ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് വിശ്രമിക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട്. ചെങ്കുത്തായ മല കയറി പോകണം. ഇടുങ്ങിയ വഴിയിൽ കൂടെ കല്ലും ഒക്കെ നിറഞ്ഞ വഴിയിൽ കൂടെ കയറി വേണം നമുക്ക് മുകളിലെത്താൻ. ഇത് നമ്മൾ ഇടയ്ക്ക് വിശ്രമിക്കേണ്ട സ്ഥലമാണ്. ഇവിടുന്ന് വീണ്ടും കയറണം. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇന്ന് അവിടെ തുറന്നിട്ടില്ല. ഈ സ്റ്റെപ്പ് കയറി പിന്നീട് വഴികളിൽ കൂടെ ഒക്കെ വേണം പോകാൻ. ഫ്ലൈയിങ് രാവണ എന്ന് പറഞ്ഞ് ഇവിടുന്ന് നമുക്ക് പോകാനുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ വഴിയൊക്കെ കണ്ടില്ലേ, ചെറിയ വഴിയാണ്. കുറേ ഉയരം നടന്നണം. ശ്വാസം എടുക്കാൻ ശരിക്കും ബുദ്ധിമുട്ടും കയറ്റം കയറുമ്പോൾ. At last, I reached the Little Adams Peak. Oh my God. Whoa. What a beautiful view. I can't breathe. Oh. My God. Oh, very deep. Don't go on the side. You can go there also. Where? There. Yeah. ഇപ്പോൾ
ലിറ്റിൽ ആദം സ്പീക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ വരെ നടന്ന് കയറി ഇവിടെ നിന്നാൽ അടിപൊളി വ്യൂ ആണ്, എങ്ങോട്ട് നോക്കിയാലും. താഴെ കൂടുന്ന ആ റോഡയാണ് ഏറ്റവും താഴെ കാണുന്നത്. അയ്യോ, എന്തൊരു വ്യൂ അത്, കറക്റ്റ് അടിപൊളി. നമ്മുടെ ഏലപ്പാറ അടിപൊളി വ്യൂ. നമുക്ക് ഇനി തിരിച്ചു പോകേണ്ടത് ഈ റോഡാണെന്ന് തോന്നുന്നു. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. ലിറ്റിൽ ആദം സ്പീക്കിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. കയറുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഈ ചെങ്കുത്തായ ഇറക്കം ഇറങ്ങി വരാൻ. ചിലപ്പോൾ കാല് തെറ്റിയാൽ താഴെ ഉരുണ്ടു പോകും. ധാരാളം ആൾക്കാർ കയറി വരുന്നുണ്ട്, കൂടുതലും വിദേശികളാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചകൾ അത്ര മനോഹരമായതുകൊണ്ട് തന്നെ ആൾക്കാർ ധാരാളം വരുന്നുണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി. ഇവിടെ നിന്ന് നിങ്ങളുടെ ഗാലിലേക്കുള്ള യാത്രയിൽ വഴിയിൽ കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ. ഇതൊരു വലിയ വെള്ളച്ചാട്ടമാണ്. ആൾക്കാർ, എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും വളരെ ഉയരയിൽ നിന്നും പതിക്കുന്ന വെള്ളച്ചാട്ടം. പല തട്ടുകളായിട്ടാണ് ഇത് താഴെ എത്തുന്നത്. വലിയ പാറക്കൂട്ടങ്ങളൊക്കെ കാണാം. റോഡിൽ നിറയെ വാഹനങ്ങളുണ്ട്. അവിടെ വാഹനം നിയന്ത്രിക്കാനുള്ള പോലീസുകാരും മറ്റുമുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്, എങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് അപ്പുറത്തായിട്ട് ഇതിലും വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. എല്ലായിടത്തും പോകാൻ നമ്മുടെ ഈ യാത്രയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ മാത്രം നമ്മൾ നിർത്തി വെള്ളച്ചാട്ടം കാണാൻ. ഇന്നത്തെ നമ്മുടെ സ്റ്റേ ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ ഗാലിൽ എത്തിയിരിക്കുകയാണ്. ഗാൽ ബീച്ചിൽ, ബീച്ചിനടുത്ത് തന്നെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഹോട്ടൽ. ഹോട്ടൽ മുറിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കടൽ. ഇതെൻ്റെ റൂം, അതിൻ്റെ സിറ്റ് ഔട്ട് 2ാം നിലയാണ്. അവിടുന്ന് കാണുന്നതാണ് ഈ കടൽ. കടലിലെ കാഴ്ചകൾ കണ്ടിങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കാൻ വളരെ മനോഹരമാണ്. ഞങ്ങൾ കുറച്ച് സന്ധ്യയായിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ കടലിൻ്റെ മനോഹാരിത പകലിൽ അത്ര ആസ്വദിക്കാൻ പറ്റിയില്ല. എങ്കിലും നല്ല സ്ഥലമാണ്. പക്ഷേ രാവിലത്തെ കാഴ്ചകളും കാണാൻ പറ്റില്ല, കാരണം നാളെ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയാണ്. അതിനുവേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടുന്ന് പോകണം. അതുകൊണ്ട് ഇവിടുത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങാൻ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഹോട്ടലിൽ തങ്ങുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല ബീച്ചിൻ്റെ. വേണമെങ്കിൽ ഈ രാത്രി കുറച്ച് നേരം പോയി കടൽ തീരത്തിരിക്കാം. ഇത് നല്ല ഒരു മുറിയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. നന്നായി ഒരുക്കിയ ബെഡൊക്കെയാണ്. ഇതിവിടുത്തെ ഭക്ഷണശാല. നമുക്ക് ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരമാലകൾ ഇങ്ങനെ കരയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാം. ശ്രീലങ്കയിലെ നമ്മുടെ അവസാനത്തെ രാത്രിയാണെന്ന്. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് തിരികെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് നമ്മൾ യാത്രയാവുന്നു. ഇന്നത്തെ രാത്രി ഈ ഗാലിലെ മനോഹരമായ ബീച്ച് റിസോർട്ടിൽ, ബീച്ച് ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതാണ് ഹോട്ടലിൻ്റെ പുറമേ നിന്നുള്ള, ബീച്ചിൽ നിന്നുള്ള ദൃശ്യം. വളരെ മനോഹരമായ ഹോട്ടലാണ്. നല്ല സൗകര്യമുണ്ട്. കാഴ്ചകൾ കാണാനും ഭംഗിയുണ്ട്.